സ്വാഭാവികമായും തെരുവുനായുടെ ശല്യം കേരളത്തിലൊരു പ്രശ്നം തന്നെയാണ്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്തുകൾക്കും നിലവിലുള്ള നിയമമനുസരിച്ച് സർക്കാരിന് ചെയ്യാവുന്നത് ഇത് ABC പദ്ധതി മാത്രമാണ്. അതിദാരുണവും വേദനാജനകവുമായൊരു സംഭവമാണ് ഇന്നലെ ഈ കൊല്ലമ്പടി എന്ന് പറയുന്ന കടങ്ങോട് പഞ്ചായത്തിലെ ഈ പ്രദേശത്തുണ്ടായത്. വയസ്സി എന്ന ഒരു പരാശ്രയം വേണ്ട ഒരു സ്ത്രീയെ വീട്ടിൽ കയറിയാണ് തെരുവുനായ കടിച്ചത്. അതിൻ്റെ ഭാഗമായി മരണം സംഭവിച്ചു. മകനും ഇതുപോലെ ശാരീരിക സുഖമില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിനും കടിയേറ്റിട്ടുണ്ട്. നായയെ ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട്, അതിനെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. അത് പരിശോധിക്കുകയാണ്. മറ്റുള്ള ചില അനിഷ്ട സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായി നായ പോയ വഴിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ പഞ്ചായത്ത് അധികൃതരും മറ്റുള്ളവരും നാട്ടുകാർ നല്ല ശ്രമവും ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും തെരുവുനായുടെ ശല്യം കേരളത്തിലൊരു പ്രശ്നം തന്നെയാണ്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്തുകൾക്കും നിലവിലുള്ള നിയമമനുസരിച്ച് സർക്കാരിന് ചെയ്യാവുന്നത് ഇത് ABC പദ്ധതി മാത്രമാണ്. ബർത്ത് കൺട്രോൾ എന്നുള്ള സ്ഥിതി മാത്രമാണുള്ളത്. സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഗൗരവപ്പെട്ട ഇടപെടൽ നിയമസഭയിൽ നടത്തിയിരുന്നതാണ്. നിയമത്തിൽ ആവശ്യമായ ഭേദഗതി ഉണ്ടാകണം. ഉപദ്രവകാരികളായ ഇത്തരം നായകളെ നമുക്ക് സമൂഹത്തിൽ ഇങ്ങനെ അഴിച്ചുവിടാൻ അനുവദിക്കാനാവില്ല. അതുകൊണ്ട് അതിനാവശ്യമായ നിയമ ഭേദഗതി വേണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആ രീതിയിലൊരു സ്ഥിതി ഉണ്ടായിട്ടില്ല. അതിന് പറയുന്നത്, കോടതി ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് ഇവർക്ക് ഷെൽട്ടർ ഉണ്ടാക്കി സംരക്ഷിക്കണം എന്നുള്ളതാണ്. ആ കാര്യത്തിന് പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഏതായാലും നാട്ടിലൊരു പ്രശ്നമാണിതെന്നുള്ള ശരിയാണ്. പഞ്ചായത്തും സർക്കാരും ഈ കാര്യത്തിൽ ഇടപെട്ട് പരമാവധി തെരുവുനായുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദാരുണമായ ഈ സംഭവത്തിൽ നമുക്കൊക്കെ വേദനയുണ്ട്. ആ കുടുംബത്തിൻ്റെ മറ്റു കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകും എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഈ കൊല്ലമ്പടി എന്ന് പറഞ്ഞ നമ്മളിവിടെ വരുമ്പോൾ കാണുന്നൊരു കാഴ്ച, ഇവിടെ വിശേഷാൽ ഈ പ്രദേശത്ത് ഒരുപാട് ഈ ചെണ്ട നിർമ്മാണ യൂണിറ്റുകളുണ്ട്. അപ്പോൾ അവിടെ ഈ മാംസം വേർതിരിക്കുന്ന തുകലിൽ നിന്ന് വേർതിരിക്കുമ്പോൾ അത് ഭക്ഷിക്കാനായിട്ട് ഗ്യാദർ ചെയ്യുന്നുണ്ട് ഒരുപാട് നായ്ക്കൾ. അപ്പോൾ അത് ആ പ്രദേശത്തിൻ്റെ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അത്തരം ഒരു പ്രശ്നം ഉണ്ടെന്ന് ഉന്നയിക്കാം. പക്ഷെ അവർ വളരെ കരുതലോടുകൂടിയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കേതായാലും ഇത്തരം ഒരു പ്രശ്നം ഉയർന്നു വന്ന സ്ഥിതിക്ക് സുരക്ഷിതമായി അവരുടെ തൊഴിലെടുക്കാൻ കൂടിയുള്ള സൗകര്യങ്ങളുണ്ടാക്കി അത്തരം മാംസാവശിഷ്ടങ്ങളുണ്ടെങ്കിൽ സംസ്കരിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് കൂടി ചേർന്ന് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആലോചിക്കേണ്ടതാണെന്നെങ്കിൽ അത് ആലോചിക്കാം. നമുക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്താനാവില്ല. അവർക്ക് ആവശ്യമായ സംസ്കരിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ, കാരണം ഈ കുടുംബം തീർത്തും അതെ, അത് ആലോചിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും സർക്കാരിൻ്റെ ശ്രദ്ധയിലും പഞ്ചായത്ത് മന്ത്രിയുടെ ശ്രദ്ധയിലും ഞാൻ ഇപ്പോൾ കളക്ടറോട് രാവിലെ സംസാരിച്ചിരുന്നു. അടിയന്തരമായി മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഒരു പരിശോധന ഈ പ്രദേശത്താകെ നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സംവിധാനം ഉടനെ ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമായ തയ്യാറെടുപ്പിന് ഇവിടെ പഞ്ചായത്തും നാട്ടുകാരും എല്ലാം കൂടി സഹായിക്കുന്നത്. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങളും നൽകും.